എനിക്കൊരു ചെറിയ 12 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. അവൾക്ക് ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ചെറിയ 12 മാസമുള്ള ഒരു കുട്ടിക്ക് എത്ര താങ്ങാൻ പറ്റും? ഇത് എത്ര ടൈം നമ്മൾ പുറത്ത്, ഇന്നലെ മിഞ്ഞാന്നോ ഞാൻ 4 മണിക്കൂർ വരെ എന്റെ മുറ്റത്തിറങ്ങി നിന്നിട്ടാണ് ഞാൻ എന്റെ മക്കളെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കൊടുത്തത്. എത്ര ടൈം നമ്മൾ അങ്ങനെ നിൽക്കും? 2 മണി വരെ, 3 മണി വരെ. ഇവർക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള എക്സ്ക്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡാണ്. അത് നമ്മൾക്ക് ബാധിക്കുന്ന വിഷയമല്ല. കറക്റ്റ് ടൈം ആവുമ്പോൾ ഇവർ കറണ്ട് ബില്ലും കൊണ്ട് വരും. ഇവർക്ക് എന്തുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല? ഫോൺ വിളിച്ച് അവർ ഫോൺ എടുക്കില്ല, ഒരു കോൾ അറ്റൻഡ് ചെയ്യില്ല. ഇതിന്റെ ഹെഡിൽ വിളിച്ച് അവർ ഫോൺ എടുക്കില്ല, ഓഫീസർമാരെ വിളിച്ച് എടുക്കില്ല. ഇപ്പോഴും നമ്മൾ ഈ KCBന്റെ മുമ്പിൽ 10-40 പേര് വന്ന് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ മഴക്കാലത്ത് എടുത്തോട്ടെ, ബാക്കിയുള്ള ടൈമിൽ എടുത്തോട്ടെ, വിന്റർ സീസണിൽ എടുത്തോട്ടെ, നമുക്ക് വിഷയമില്ല. നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട്. ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇന്നൊരു കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് ആസ് എ പേഴ്സൺ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്റെ മക്കൾക്ക് എത്ര പറ്റും? എനിക്ക് 8 വയസ്സുള്ള ഒരു മോളും 12 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. എങ്ങനെ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യും? ഞാൻ എന്തും സഹിക്കും, പക്ഷെ എന്റെ മക്കൾ അത് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് KCBന്റെ മുമ്പിലാണ് ഞാൻ, പുറത്തൂർ കാവലക്കാടുള്ള KCBയുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. വന്നിട്ട് 2 മണിക്കൂറോളായി ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് 6 ദിവസമായി 4 മണിക്കൂർ 5 മണിക്കൂർ പോലീസ് സ്റ്റേഷൻ അടക്കം കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. 1 മണിക്കൂർ മാത്രമാണെങ്കിൽ സാറേ രണ്ടൊരു ഫീൽഡിൽ പോയി സബ്സ്റ്റേഷൻ ഇത് 10:05 സബ്സ്റ്റേഷനിൽ സപ്ലൈ ഓവർലോഡെന്ന് പറഞ്ഞ് ട്രിപ്പായി പോയി. ഇപ്പോൾ 1 മണിക്കകത്ത് കിട്ടുമെന്ന് പറഞ്ഞ് രണ്ടൊരു ഫീൽഡിൽ പോയി വിളിച്ചപ്പോൾ ഇപ്പോൾ ആവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓഫീസറായിട്ട് വിളിച്ച് ചോദിച്ചു. ചോദിച്ചിട്ടൊന്നുമില്ല, ഞാനിത് ഒരുപാടിലേക്ക് ഫീൽഡിലാണ് പോയിട്ടില്ലേ? നിൽപ്പുണ്ട്. ലോഡ് ട്രിപ്പാണ്, ലോഡ് കുറയ്ക്കണമെന്ന് പറയാം. അപ്പോൾ ഞാൻ സബ്ജിനടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, പകലൊന്നും പോകാൻ പറ്റില്ല. കാര്യം ഞാൻ വന്നിട്ട് നൈറ്റ് ഇന്ന് വന്നിട്ട് നമ്മൾ കാണാൻ ഇപ്പോഴും സപ്ലൈ പോയി നിലനിർത്താൻ വേണ്ടി എല്ലായിടത്തും ചെന്ന് നോക്കിയിട്ട് അവർ ഫീൽഡിലൊക്കെ പോയിരിക്കുക. രണ്ടുപേരും ഫീൽഡിൽ നിൽക്കുകയാണ്. അവരെ വിളിച്ച് പറഞ്ഞ് നമ്പർ തരാം സാറ്. ഓരോരു അവര് ഇന്നടുത്ത് ഇത്രയും ട്രാൻസ്ഫോമർ കുറയ്ക്കും, ലോഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവിടെ കത്തുമെന്ന് പറയണം. പിന്നെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് കുറയ്ക്കണം, ലോഡ് കുറഞ്ഞ് താനേ ട്രിപ്പാവുകയാണ്. ഓവർലോഡിൽ ട്രിപ്പാകണം. മൊത്തത്തിൽ വോൾട്ടേജ് പ്രശ്നമുണ്ട്. അത് ഇപ്പം നമ്മൾ ഓഫീസിൽ കൊടുക്കും കുറച്ച് പിന്നെ അടുത്ത് വരുന്നു. സ്ഥിരമായിട്ട് 6 ദിവസമായി ഇപ്പൊ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് 6 ദിവസമായി 4 മണിക്കൂർ 5 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ മക്കളായിട്ട് പുറത്തിരിക്കുക. സാറ് ലീവാണ്. വണ്ടിയിലെന്ന് സാറ് വീഴുന്നു കെട്ടി അങ്ങനെ സാറ് ലീവാണ്. കല്യാണം കഴിഞ്ഞ ആഴ്ച കല്യാണം ആയതുള്ളൂ. അപ്പോൾ സാറ് ലീവാണ്. കാര്യം കൊണ്ട് അങ്ങനെ മാത്രമല്ല രാവിലെ വന്ന ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം 1 മണിക്കകത്ത് സപ്ലൈ കൊടുക്കാം. 1 മണിക്കൂർ പറഞ്ഞിട്ട് 3 മണിക്കൂർ. ഞാൻ ഇവരെ ഹെഡിനെ വരെ വിളിച്ച് സംസാരിച്ചു സാർ. അവരുടെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര മോശമാണ്. നമ്മൾ സ്ത്രീയാണെന്ന് പോലും അവര് സംസാരിക്കണേ നമ്മളോട്. നമ്മൾ വേറെ ആരോടും ഇൻഫോം ചെയ്യണം.